DCB മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ എത്തിയതോടെ നിരവധിയായ ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പൊതുജനങ്ങൾക്കായി പ്രഖ്യാപിക്കുന്നത്. ഇവയിൽ പുതിയ പദ്ധതികളും നിലവിലുള്ള പദ്ധതികളുടെ ആനുകൂല്യങ്ങളുമുണ്ട്. ഇത്തരത്തിലുള്ള കേന്ദ്ര ആനുകൂല്യങ്ങളുടെ പുതിയ ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ആദ്യത്തേത് ഭക്ഷ്യക്കിറ്റ് വിതരണമാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം മൂലം മുഖ്യ ഭക്ഷ്യധാന്യ വിലയിൽ വലിയ വിലവർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അരിയുടെ വിലയിൽ മാത്രം കേരളത്തിൽ 14% വിലവർധന ഒരു വർഷത്തിനുള്ളിലുണ്ടായി. മാർക്കറ്റിൽ 45 രൂപ മുതൽ 60 രൂപ വരെയാണ് 1 കിലോ അരിയുടെ നിലവിലെ വില. നീല വെള്ള റേഷൻ കാർഡുകാരൊക്കെ സംബന്ധിച്ച് ഒരു മാസത്തെ റേഷനായി ലഭിക്കുന്ന അരി ഒരാഴ്ച പോലും തികയാത്ത അവസ്ഥയാണ്. നീല റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും 2 കിലോയാണ് റേഷൻ അരി ലഭിക്കുക. വെള്ളക്കാർഡിന് വെറും 5 കിലോ അരിയാണ് ഒരു മാസത്തെ റേഷനായി ലഭിക്കുന്നത്. നേരത്തെ സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിലുള്ള അരികൾ ലഭിക്കുമായിരുന്നെങ്കിൽ സർക്കാർ സപ്ലൈകോയ്ക്ക് 1000 കോടിയിലധികം നൽകാനുള്ളതിനാൽ മാസങ്ങളായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും കാര്യമായി ഒന്നും തന്നെ സബ്സിഡി നിരക്കിൽ ലഭിക്കാറുമില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൊടുന്നനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് FCI ഗോഡൌണുകളിൽ എത്തിച്ച മികച്ച ഇനം അരി 5 കിലോ 10 കിലോ കിറ്റുകളിലാക്കി ഭാരത് അരി എന്ന ബ്രാൻഡിൽ ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ NCCF നാഫെഡ് കേന്ദ്രങ്ങളിലൂടെയും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കേന്ദ്രീയ ഭണ്ഡാർ എന്നിവിടങ്ങളിലൂടെയായിരുന്നു ആദ്യഘട്ട വിതരണമുണ്ടായത്. ഇപ്പോൾ സംസ്ഥാനം ഒട്ടുക്ക് 200 സ്ഥിരം ഔട്ട്ലെറ്റുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം സഹകരണ ബാങ്ക്, സഹകരണ സംഘങ്ങൾ വഴിയും വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. 29 രൂപയുടെ ഭാരത് അരി നിലവിൽ 5 കിലോ 10 കിലോ പാക്കറ്റുകളിൽ വാഹനങ്ങളിലൂടെ ടൗണുകളിൽ എത്തിയാണ് മുഖ്യമായും വിതരണം നടത്തിവരുന്നത്. ഇതോടൊപ്പം 60 രൂപയ്ക്ക് പരിപ്പും 27.5 രൂപയ്ക്ക് ആട്ടയുമാണ് വിപണിയിലൂടെ വിതരണം നൽകുന്നത്. തൃശ്ശൂരിൽ ആരംഭിച്ച വിതരണം മറ്റു ജില്ലകളിലും ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരിയിൽ വിൽപ്പന കേന്ദ്രവും മറ്റു ഭാഗങ്ങളിലേക്ക് മൊബൈൽ വിതരണവും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും കൂടുതൽ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ഈ 3 ഐറ്റങ്ങളും ലഭിക്കും. ഭാരത് ബ്രാൻഡിൽ അരിയുടെ പാക്കിംഗ് അതിനുവേണ്ടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 2000 രൂപയുടെ വിതരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുവാൻ പോവുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖേനയാണ് 2000 രൂപയുടെ വിതരണം നടത്തുക. കേരളത്തിലെ 25 ലക്ഷത്തോളം പേർക്കാണ് ഇത് ലഭിക്കുക. കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായവർക്കാണ് 16ാമത്തെ ഗഡുതുകയായി 2000 രൂപ എത്തിച്ചേരുവാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നായിരുന്നു ഗഡുതുക എത്തിയത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസങ്ങളിലെ ഗഡുവായ 2000 രൂപയാണ് 16ാം ഗഡുവായി അക്കൗണ്ടിലേക്ക് എത്തുവാൻ പോകുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ സഹായങ്ങളൊക്കെ തുടരുമെന്നും കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് 2024 മുതൽ 5 വർഷത്തേക്ക് റേഷനറിയും റേഷൻ ഗോതമ്പും സൗജന്യമായി ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭാരത് ബ്രാൻഡിലുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വിൽപ്പനയും തുടരുന്നതാണ്. പൊതുജനങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമായ സർക്കാരിന്റെ ഈ ആനുകൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത്